അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഫ്ലോറിഡയിലെ ട്രംപിന്റെ വസതിയിൽ വെച്ച് ഇന്ന് കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ്. ട്രംപുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ പ്രാധാന്യമുള്ളതാക്കുന്നത്. അതായത് ട്രംപ് മുന്നോട്ട് വെച്ച 21 പോയിന്റ് അടങ്ങുന്ന ഒരു വെടിനിർത്തൽ കരാർ ഗസയും ഇസ്രയേലും തമ്മിൽ അംഗീകാരത്തിലെത്തുകയും ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായി അതിനെ ലംഘിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി ഉടൻ തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ശാസിക്കുവാൻ അല്ലെങ്കിൽ പറയുവാനാണ് ട്രംപ് നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ വർഷത്തിൽ ട്രംപ് രണ്ടാം ഭാഗം അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രയേലുമായി പല വിഷയങ്ങളിലും അഗാധമായ സപ്പോർട്ട് നൽകുന്നതോടൊപ്പം പല വിഷയങ്ങളിലും സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന, അഭിപ്രായ ഭിന്നതയിൽ ഏർപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് നെതന്യാഹുവിനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ ഇരിക്കുന്നു. ലോകം അത് ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏത് സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെതന്യാഹു ഫലസ്തീനിലേക്ക് കൃത്യമായ ആക്രമണം അയച്ചുവിടുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ വെടിനിർത്തൽ സാഹചര്യം ഉള്ളതോടുകൂടി തന്നെ. അതുമാത്രവുമല്ല, ലബനാനിലേക്കും ആക്രമണം അയച്ചുവിടുന്നു, സിറിയയിലേക്ക് ആക്രമണം അയച്ചുവിടുന്നു. അങ്ങനെ ഇസ്രയേലിൻ്റെ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങളിലേക്കും ആക്രമണം അയച്ചുവിടുന്നതോടൊപ്പം ഇറാനെ കൂടുതലായി ആക്രമിക്കണമെന്ന് ആവശ്യപ്പെടാനും കൂടി വേണ്ടിയാണ് ട്രംപുമായുള്ള ഈ കൂടിക്കാഴ്ചയിലേക്ക് നെതന്യാഹു കടക്കുന്നത് എന്നുള്ളതാണ് ഈ സാഹചര്യത്തെ പ്രാധാന്യമുളവാക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രയേലുമായി അമേരിക്കക്ക് മറ്റു ഒരു രാജ്യങ്ങളുമായിട്ടില്ലാത്ത ഒരു ബന്ധമുണ്ട്. കടുത്ത സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യമാണ് ഇസ്രയേലിന് അമേരിക്ക എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഈ ബെന്യമിൻ നെതന്യാഹു തന്നെ 10 മാസത്തിനിടക്ക് 5 തവണ, 5ാം തവണയാണ് ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നത്. അതായത് 2023 ഒക്ടോബർ 7 ശേഷം നിരവധി തവണ ബെന്യമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചു എന്നുള്ളതാണ്. ട്രംപ് ഈ രണ്ടാം ഭാഗത്തിൽ അധികാരത്തിന് വന്നതിന് ശേഷവും ലോകത്തെ മറ്റു ഒരു നേതാക്കളെ ക്ഷണിച്ചിരുത്തി വിരുന്നൊരുക്കുന്നതിലും അധികം ബെന്യമിൻ നെതന്യാഹുവിനെ ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതും ഇസ്രയേലുമായി അമേരിക്കക്കുള്ളതും അല്ലെങ്കിൽ ട്രംപിനുള്ളതുമായ ബന്ധത്തെ കൂടുതൽ വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ആദ്യം ഭരണത്തിലേറിയ 1ാം വാരത്തിലെ ട്രംപിന്റെ ഭരണം എന്ന് പറയുന്നത്, ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ US എംബസി ജെറൂസലേമിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ തർക്കം നിലനിൽക്കുന്ന ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള ഇസ്രയേലിന്റെ അവകാശം US അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ വാദം പോലെ ഗസയിലെ സഹായം നൽകുന്ന അൺറവക്ക് ധനസഹായം അമേരിക്ക നിർത്തിവെച്ചു എന്നുള്ളതും, അങ്ങനെ ഇസ്രയേലിന്റെ നയങ്ങൾ അംഗീകരിക്കുന്ന, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നയങ്ങൾ ആദ്യ ഭരണകാലത്ത് ട്രംപ് നിലവിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും രണ്ടാം വാരത്തിലേക്ക് കടന്ന ട്രംപ് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇസ്രയേലിനോട് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. ഈ രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ പങ്കുചേരുക, അതുപോലെ തന്നെ ഗസയിലെ ആദ്യത്തെ വെടിനിർത്തലിന് ശേഷം രണ്ടാമത് യുദ്ധം തുടങ്ങുവാൻ ഏകപക്ഷീയമായി അനുവാദം കൊടുത്തുകൊണ്ട് ഒരു പ്രവർത്തനവും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് ഒഴിച്ചു വെച്ചാൽ തീർച്ചയായും ഗസ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളിലൂടെയുമാണ് US-ഉം ഇസ്രയേലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഈ ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയെ ഇസ്രയേൽ ആക്രമിക്കുകയുണ്ടായി. അന്ന് തന്നെ ട്രംപ് വളരെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇതിന് എതിരാണ്, ഞാൻ വലിയ കോപിതനാണ് എന്ന വിഷയം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളതൊരു വെറുതെ ഒരു വാചാലനാകുന്നതാണെന്ന് കരുതിയിരുന്നെങ്കിലും ബെന്യമിൻ നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി ട്രംപ് ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് പരസ്യമായി മാപ്പ് പറയിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഈ വിഷയത്തെ ഗൗരവമുള്ളതാക്കുന്നു. മതിയായില്ല, ഖത്തറിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ഉടനടി തന്നെ ഒരു 20 പോയിന്റ് കരാറുമായി ട്രംപ് രംഗത്ത് വരികയും അത് ബെന്യമിൻ നെതന്യാഹുവിൻ്റെ കുന്നിക്ക് പിടിച്ച് അംഗീകരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ വിഷയത്തെ കൂടുതൽ ട്രംപ് പ്രകോപിതനായി എന്ന് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ വെടിനിർത്തൽ കരാറ്, രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഗസയിൽ വന്നതിന് ശേഷം
അത് ലംഘിക്കുന്ന ഇസ്രയേലിനെതിരെയും ട്രംപ് പല അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രകടമായ ഒരു സത്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ട്രംപും ഇസ്രയേലും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് സിറിയയ്ക്ക് പൂർണ്ണ അംഗീകാരം നൽകുകയും സിറിയയുടെ പുതിയ ഭരണാധികാരിയെ വൈറ്റ് ഹൗസിൽ ക്ഷണിച്ച് വരുത്തി വിരുന്നൊരുക്കുകയും ചെയ്തതിന് ഇസ്രയേലിന് അമർഷമുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായുള്ള അഗാധമായ ട്രംപിൻ്റെ ബന്ധത്തിൽ ഇസ്രയേലിന് അമർഷമുണ്ട്. അതുപോലെ തന്നെ തുർക്കിയുമായുള്ള ബന്ധത്തിൽ ഇസ്രയേലിന് അമർഷമുണ്ട്. തുർക്കിയെ ഗസയിലെ ഇന്റർനാഷണൽ ഫോഴ്സിൽ അംഗമാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നീക്കത്തിൽ ഇസ്രയേൽ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിക്ക് F-35 യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നതിൽ ഇസ്രയേലിന് അമർഷമുണ്ട്. പരസ്യമായി തന്നെ അത് എതിർത്തുകൊണ്ട് ജൂതലോബിയും ഇസ്രയേലും രംഗത്ത് വന്നതുമാണ്. ഇങ്ങനെ പല വിഷയത്തിലും രണ്ടാം വാരത്തിലെ ട്രംപുമായി ബെന്യാമിൻ നെതന്യാഹു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന സാഹചര്യത്തിലും, പ്രത്യേകിച്ച് ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഉടൻ കടക്കണമെന്ന് ശാസിക്കുവാനും കൂടി വേണ്ടിയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ബെന്യാമിൻ നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ തീരുമാനമാകും എന്നുള്ളത് നോക്കിത്തന്നെ കാണേണ്ട വിഷയമാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഗസയിൽ ഔദ്യോഗികമായി യുദ്ധം താൽക്കാലികമാണെങ്കിലും നിർത്തിവെച്ചപ്പോൾ ബെന്യാമിൻ നെതന്യാഹുവിന് ഒരു അന്താരാഷ്ട്ര ബോറിംഗ് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇറാനെ ഉടനടി ആക്രമിക്കണമെന്ന ആശയത്തിൽ കൂടിയാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇറാൻ ബഹുദൂര മിസൈൽ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഉടനടി തന്നെ അത് വാഷിംഗ്ടണിനെ പോലും ആക്രമിക്കുവാൻ ഉതകുന്ന രീതിയിലേക്ക് ഇറാൻ വളർന്നിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പല സത്യങ്ങളും അസത്യങ്ങളും ട്രംപിനെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് അങ്ങനെ ട്രംപിനെ പ്രകോപിതനാക്കി രണ്ടാമതും ഇറാനെ ആക്രമിക്കുകയും വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുവാനുള്ള ഒരു പരിശ്രമവും കൂടി നടത്തുവാൻ വേണ്ടിയാണ് ബെന്യാമിൻ നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ഇറാനുമായുള്ള സംഘട്ടനത്തിൽ നമുക്കറിയാവുന്നതാണ്, ലോകം പച്ചയായി കണ്ട ഒരു വിഷയമാണ്. ഇസ്രയേൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ദുരന്തമായിരുന്നു ഇറാൻ ഇസ്രയേലിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതും ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്രയേൽ മുതിരുമ്പോൾ ഇറാൻ ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടി വരും. ആ ഒരു കാര്യത്തിൽ ഇസ്രയേലിന് കാഴ്ചപ്പാടുകൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് വീണ്ടും ഇറാനെ ആക്രമിക്കുവാൻ ഈ ബെന്യാമിൻ നെതന്യാഹു ധൃതി കൂട്ടുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഈ ബെന്യാമിൻ നെതന്യാഹു കൂടുതൽ ഇനിയും ഇസ്രയേലിൽ അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇറാനുമായി സംഘട്ടനത്തിലെത്തുകയും ഇസ്രയേലിൻ്റെ കാര്യം അപകടത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിലെ ജനങ്ങൾക്ക് സമാധാനം അടുത്തൊന്നും ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ. ട്രംപ് എല്ലാ വിഷയത്തിലേക്കും എത്തുമ്പോഴും ബെന്യാമിൻ നെതന്യാഹുവിനോട് പലപ്പോഴും പറയാറുണ്ട്, ഈ വിഷയത്തിന് ലോകമെതിരാണ്, നിങ്ങളുടെ ജനത എതിരാണ്, ഇസ്രയേലികൾക്ക് സമാധാനം വേണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ ട്രംപ് പലപ്പോഴും ഈ ബെന്യാമിൻ നെതന്യാഹുവിനോട് ഊന്നിപ്പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഉപദേശവുമായി തിരിച്ചുവിടുമോ അതോ ഇറാനെ ആക്രമിക്കുവാൻ ട്രംപ് പച്ചക്കൊടി കാണിക്കുമോ എന്നുള്ളതുമൊക്കെ നോക്കിക്കാണേണ്ടി വരും. കഴിഞ്ഞ കാലത്തെ ട്രംപ് അല്ല പുതിയ രണ്ടാം വാരത്തിലെ ട്രംപ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ട്രംപിന് ഗൾഫ് രാജ്യങ്ങളുമായി അഗാധമായ ബന്ധമുണ്ട്. സൗദിയുമായും ഖത്തറുമായും ട്രംപിന് വളരെ വലിയ ബന്ധമാണ് ഈ ഒരു കാലയളവിൽ കാത്തുസൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ നോക്കിയായിരിക്കും മിഡിൽ ഈസ്റ്റിലെ എല്ലാ നയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിയുമായുള്ള ബന്ധവും ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിനൊക്കെ നടുവിലും നമുക്ക് ഏകപക്ഷീയമായി പറയാം, അല്ലെങ്കിൽ വളരെ കൃത്യമായി പറയാം, ഈ 2023 ഒക്ടോബർ 7 ശേഷം ഹമാസുമായി നടന്ന യുദ്ധത്തിന് ശേഷം $21 ബില്യൺ ധനസഹായമാണ് ഈ അമേരിക്ക ഇസ്രയേലിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം UN വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എക്കാലത്തും അമേരിക്കയും ഇസ്രയേലും
വളരെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുകൊണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയനാകുന്ന ട്രംപിനെയാണ് വർത്തമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെ തീരുമാനമാകും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം. തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.